നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ 6 അതായത് ശുക്ലപക്ഷ തൃതീയയും ചതുർത്ഥിയും കൂടി വരുന്ന ദിവസം, വിശാഖം നക്ഷത്രം, തുലാക്കൂറ്, വൃശ്ചികക്കൂർ അവസാനം, അതായത് തുലാക്കൂറിൻ്റെ അവസാനം ആ ഭാഗവും അതുപോലെ തന്നെ വിശാഖം നക്ഷത്രവും വരുന്ന വൃശ്ചിക രാശി വരുന്ന ദിവസം. അതായത് നക്ഷത്രം വിശാഖമാണ്, പക്ഷെ തുലാക്കൂറിലും വരുന്നുണ്ട് ചന്ദ്രൻ, വൃശ്ചികക്കൂറിലും വരുന്നുണ്ട്. കാരണം വിശാഖം 2 പാദങ്ങളിലാണ്, അതായത് 3-ാം പാദവും 4-ാം പാദവും വരുന്ന ദിവസമാണ് 2024 ഒക്ടോബർ 6. കൊല്ലവർഷം 1200 കന്നി 20 ഞായറാഴ്ചയും വിശാഖം നക്ഷത്രവും വരുന്ന ശുക്ലപക്ഷ തൃതീയ കഴിഞ്ഞ് ചതുർത്ഥി തുടങ്ങുന്ന ദിവസം. വിശാഖം നക്ഷത്രം 3-ാം പാദവും 4-ാം പാദവും വരുന്ന ദിവസം. അതായത് വിശാഖം നക്ഷത്രം 3ഉം 4ഉം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. അപ്പം ചന്ദ്രൻ വൃശ്ചിക രാശിയിലുമുണ്ട്, തുലാം രാശിയിലുമായിട്ടും നിൽക്കുന്ന ദിവസം. ഉദയം 6:16 AM അസ്തമനം 6:09 PM ആകുന്നു. ഇന്നത്തെ ദിവസം രാഹുകാലം എന്ന് പറയുന്ന 4:45 മുതൽ 6:15 വരെയും, അതുപോലെ തന്നെ യകാലം 3:11 മുതൽ 4:40 വരെയും, യമകണ്ഠകാലം 12:12 PM മുതൽ 1:43 PM വരെ, 11:48 മുതൽ 12:36 PM വരെ അഭിജിത്ത് മുഹൂർത്തം വരുന്നു. ഈ അഭിജിത്ത് മുഹൂർത്തം ഞായറാഴ്ച ആയതുകൊണ്ട് ചോറൂണിന്, അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ്, അല്ലെങ്കിൽ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങുകൾ ഒക്കെ ആ ഒരു ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കുട്ടിയെ തൊട്ടിൽ കിടത്തൽ, അങ്ങനെ നാമകരണം നടത്തുന്നതിനൊക്കെ ചടങ്ങുകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്നതാണ്. രാഹുകാലവും ഗുളികകാലവും അതുപോലെ തന്നെ യമകണ്ഠകാലവും ഒക്കെ വർജിക്കേണ്ടതുമാവുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കന്നിമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിൽ നമ്മൾ നവദുർഗാഭാവത്തിൻ്റെ 4ാമത്തെ ഭാവത്തെ, അതായത് കൂശ്മാണ്ഡ ദേവിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കൂശ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ഒരു ചെറു പുഞ്ചിരിയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു അണ്ഡാകൃതിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അമ്മയായതുകൊണ്ടാണ്, ദുർഗാഭാവമായതുകൊണ്ടാണ് കൂശ്മാണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യമണ്ഡലത്തിൽ വസിക്കുന്ന സൂര്യമണ്ഡലത്തിലാണ് അമ്മ വസിക്കുന്നത്. സൂര്യ തേജസ് പോലെ എപ്പോഴും തിളങ്ങി നിൽക്കുകയാണ് അമ്മ. അമ്മയുടെ അക്ഷമാലയിൽ 8 നിധികളും 8 സിദ്ധികളും, അഷ്ടസിദ്ധികളും 9 നിധികളും കരുതിയിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ കൈയുടെ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് ആ അമ്മയെ ഉപാസിക്കുന്നവർക്ക്, അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസം. 8 ഭുജങ്ങളുണ്ട്, 8 കൈകളുള്ളത് കൊണ്ട് അഷ്ടഭുജാംഗി എന്ന അമ്മയ്ക്ക് പേരുണ്ട്. 8 ഭുജങ്ങളുള്ളതുകൊണ്ട് അഷ്ടഭുജാംഗി എന്ന് അമ്മയ്ക്ക് പേരുണ്ട്. അപ്പം നവദുർഗാഭാവത്തിലെ ഏറ്റവും തേജസ്സുള്ള, ഏറ്റവും അനുഗ്രഹം തരുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആ അമ്മയെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയെ പ്രാർത്ഥിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവജ ദധാനാ ഹസ്തപത്മാഭ്യാം കുശ്മാണ്ഡാ ശുഭമസ്തു മേ. സുരാസമ്പൂർണ കലശം രുദ്രാപ്ലുതമേവജ ദദാനാ ഹസ്തപത്മാഭ്യാം കുശ്മാണ്ഡാ ശുഭദാസ്തു മേ. ഒന്നും കൂടി വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏറ്റവും പ്രധാനമായിട്ടും അമ്മയെ നമ്മൾ എങ്ങനെയാണ് അമ്മയെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്മയുടെ ധ്യാന ശ്ലോകത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അമ്മയുടെ സുരാസമ്പൂർണ കലശം
രുധിരാപ്ലുതമേവജ സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവജ ദദാനാഹസ്തപത്മാഭ്യാം കുഷ്മാണ്ഡ ശുഭദാസ്തുമേ. ദദാനാഹസ്തപത്മാഭ്യാം കുഷ്മാണ്ഡ ശുഭദാസ്തുമേ. ഇതാണ് അമ്മയെക്കുറിച്ച് ഒരു ധ്യാന ശ്ലോകം. ഈ ശ്ലോകം മനസ്സറിഞ്ഞ് നമ്മൾ അറിഞ്ഞു വെച്ചാൽ നമുക്ക് ആ ധ്യാനമന്ത്രം അല്ലെങ്കിൽ ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹവും വരും. അനാഹത ചക്രത്തിലാണ് സാധാരണ നമ്മൾ കുഷ്മാണ്ഡ ദേവി എന്ന് പറയുന്ന സൂര്യ തേജസ്സുള്ള അമ്മയാണ്. ഈ അമ്മയെ അനാഹത ചക്രത്തിൽ ഓം സ്വസ്ഥായേ നമ എന്ന് പ്രാർത്ഥിച്ചാൽ, ഓം സ്വസ്ഥായേ നമ എന്ന അമ്മയെ ഉപാസിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചാൽ അത് 241 പ്രാവശ്യം ചുമപ്പോ ഓറഞ്ചോ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഓം സ്വസ്ഥായേ നമ, ഓം സ്വസ്ഥായേ നമ, ഓം സ്വസ്ഥായേ നമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ ഐശ്വര്യവും മനഃശാന്തിയും കിട്ടും. അമ്മയുടെ അനുഗ്രഹമുണ്ടായാൽ അമ്മയുടെ അഷ്ടഭുജങ്ങളിൽ നിന്നും 8 കൈകളിൽ നിന്നും അഷ്ടസിദ്ധികൾ, അമ്മയ്ക്കൊരു അക്ഷമാല കയ്യിലുണ്ട്. അതിൽ 8 സിദ്ധികളും 9 നിധി കുംഭങ്ങളുമുണ്ട്. ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹമായി നമ്മൾ ലഭിക്കണമെങ്കിൽ അമ്മയെ ഉപാസിച്ച് നമ്മൾ വരം വാങ്ങണം. 4ാമത്തെ ദിവസമായ ചതുർത്ഥി നാളിൽ അമ്മയുടെ കുഷ്മാണ്ഡാഭാവത്തെ നമ്മൾ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി, അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അമ്മയെ അഷ്ടഭുജാംഗി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന വരദായനിയായ അമ്മയെ ഓം സ്വസ്ഥായേ നമ, ഓം സ്വസ്ഥായേ നമ എന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഓറഞ്ച് നിറത്തിലോ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നതിനായി അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവുക. നമുക്ക് പ്രധാനമായിട്ടും ഈ ദിവസം, അതായത് 2024 ഒക്ടോബർ 6-ാം തീയതി വിശാഖം നക്ഷത്രം വരുന്ന ദിവസം രാശി ഫലം അല്ലെങ്കിൽ രാശി ചക്രം ഒന്ന് നമുക്ക് നോക്കാം. കന്നിരാശിയിൽ തന്നെ സൂര്യൻ നിൽക്കുന്നു. ചന്ദ്രൻ കുറച്ചു സമയം തുലാരാശിയിലും പിന്നീട് ദിവസം അവസാനിക്കുമ്പോഴേക്കും അത് വൃശ്ചിക രാശിയിലേക്കും വന്നു ചേരുന്നു. ചൊവ്വ നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെ, ബുധൻ കന്നിരാശിയിൽ തന്നെ, ഗുരു നിൽക്കുന്നത് ഇടവത്തിൽ, ശുക്രൻ നിൽക്കുന്നത് തുലാത്തിൽ തന്നെ, കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവും കേതു കന്നിയിലുമായി രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മേടം രാശിക്കാർക്ക് പ്രത്യേകമായിട്ട് ഫലങ്ങൾ എന്ന് പറയുന്നത് സന്താനങ്ങൾക്ക് പ്രിയമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ പരീക്ഷാ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ പുലർത്തും. വരവും ചെലവും ഒക്കെ ഇങ്ങനെ ഏകദേശം ടാലിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് അല്പസ്വല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ മേലധികാരികളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നതിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കുഷ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുന്നതും സ്വസ്ഥായേ നമ എന്ന് കുഷ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. ആണ്ടവനെയും ഭദ്രകാളി അമ്മയെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക്
100 ഫലം കിട്ടും. ഞായറാഴ്ച ആയതുകൊണ്ട് ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഉണർന്നാൽ ഉടനെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി ഇത് മേടക്കൂറുകാരുടെ കാര്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം വരുന്ന മേടക്കൂറുകാരുടെ അനുഭവമാണ്. എന്നാൽ ഇടവക്കൂറുകാരാണെങ്കിലോ, ഇടവക്കൂറുകാർക്ക് കാർത്തികയുടെ 2, 3, 4 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യപാദ്യം വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും എന്നുണ്ടെങ്കിൽ തന്നെയും വിലപ്പെട്ട സാധന സാമഗ്രികൾ വാങ്ങുവാൻ, ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും. പക്ഷേ സഹോദര സ്ഥാനീയരിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് മനസ്സിന് അല്പം ടെൻഷനൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. വീട്ടിലേക്ക് ഒരു നല്ല സമ്മാനമൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ വാങ്ങി സന്തോഷമായിട്ട് വരുമ്പോഴാണ് സഹോദര സ്ഥാനീയരിൽ നിന്ന് എന്തെങ്കിലും നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരും. അല്ലെങ്കിൽ മേലധികാരികൾ പറഞ്ഞൊരു ഇന്ന് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അതും കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു, നിങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് അല്ല പ്രതീക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ വരുമ്പോൾ അല്പം ടെൻഷനൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹം നൽകും. കാരണം അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ എല്ലാം ഈ നവദുർഗാ സമയത്ത് മാത്രമാണ് ഈ ദേവിമാരെ കുറിച്ച് നമ്മൾ കൂടുതൽ, സാധാരണ ദുർഗാദേവിയെ ഓം ദുർഗായേ നമഃ എന്ന് പ്രാർത്ഥിക്കും. കാരണം ഇവരുടെ ഏറ്റവും അനുഗ്രഹം വരുന്നത് ശരിക്കും ശുക്രനാണ് ഇവരുടെ രാശിനാഥനെങ്കിലും തീർച്ചയായും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നവരാത്രി കാലത്ത് നവദുർഗമാരെ പ്രാർത്ഥിക്കാം. ചതുർത്ഥി ദിവസമായതുകൊണ്ട് ഗണപതി ഭഗവാനെയും നവദുർഗാ ഭാവത്തിലെ കുശ്മാണ്ഡാദേവിയെയും പ്രാർത്ഥിക്കാം. ഓം സ്വസ്തായേ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അടുത്തത് മിഥുനക്കൂറ്. മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അതായത് കർമ്മരംഗത്ത് ഷെയർ മാർക്കറ്റിലാണെങ്കിലും മറ്റേതെങ്കിലും ഓഫീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു സ്തംഭനാവസ്ഥ നിലനിർന്നിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കുറച്ച് കാര്യങ്ങളൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആരുടെയെങ്കിലും സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ പ്രവർത്തനങ്ങൾക്കുള്ള ഓർഡറുകളൊക്കെ പുതിയ വർക്കൊന്ന് നന്നായി കൊണ്ടുപോകും. പുതിയ എന്തെങ്കിലും കൊട്ടേഷനൊക്കെ കൊടുക്കേണ്ടി വരിക, എന്തെങ്കിലും ഓർഡറുകൾ കിട്ടുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും രാശിനാഥനായ ത്രിപുരസുന്ദരി ദേവിയെയും ശ്രീരാമസ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുശ്മാണ്ഡാദേവിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. 4ാമത്തെ രാശിയായ കർക്കിടകം രാശിയെക്കുറിച്ച് പറയുമ്പോൾ, കർക്കിടകൻ രാശിയുടെ രാശിനാഥനായ കർക്കിടകൻ രാശി എന്ന് പറയുന്ന പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യം ചേരുന്ന 2 നക്ഷത്രക്കാര് അവരുടെ രാശിനാഥനായ ദുർഗാദേവിയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മരംഗത്ത് വന്നു ചേരാവുന്ന ഏത് മേഖലയിൽ പെട്ടുന്നവർക്കും കർമ്മരംഗത്ത് വന്നു ചേരാവുന്ന അഷ്ടമശനിയുടെ ആ കഷ്ടതകൾ ഒന്ന് മാറ്റി എല്ലാ കാര്യങ്ങളിലും ആ ജോലിഭാരമൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുവാനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. ആ തന്ത്രങ്ങൾ പ്രകാരം പുതിയ എന്തെങ്കിലും സൂത്രവിദ്യകളൊക്കെ കണ്ട് കർമ്മത്തിൽ കുറച്ച് ശ്രദ്ധ
കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തന ശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയും അതുവഴി അല്പസമയ ലാഭവും അതുപോലെ കർമ്മത്തിൽ കുറച്ചൊരു ആത്മസംതൃപ്തിയും ലഭിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി കുഷ്മാണ്ഡാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി അഷ്ടമശനി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ശനീശ്വരൻ ഒരു വെറ്റിലമാലയൊക്കെ ചാർത്തിയ ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാവും. ചിങ്ങം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രം, മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുകമറയൊക്കെ മാറി എന്തൊക്കെയോ വലിയ ആൾക്കാരായിരുന്നു എന്ന് തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും അപൂർണവും അവ്യക്തവുമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ആ കർമ്മങ്ങളൊക്കെ ഒന്നും കൂടി പുനരെടുത്ത് പുനർചിന്തനം ചെയ്ത് ചിന്താശക്തിയൊക്കെ ഒന്നുകൂടി വേണ്ട രീതിയിൽ പ്രയോഗിച്ച് കുറച്ചും കൂടി കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലസിദ്ധി കിട്ടും. 10ലെ വ്യാഴത്തിൻ്റെ ആ അലച്ചിൽ ഉണ്ട്. അപ്പം ആ അലച്ചിൽ മനസ്സിലാക്കിക്കൊണ്ട് 2ലെ സൂര്യൻ രാശിയാധിപനായ സൂര്യൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ ഒന്നുകൂടി വ്യക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദിത്യഹൃദയ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് കുഷ്മാണ്ഡാദേവിയുടെ അഷ്ടസിദ്ധികളും കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ച് നിധികുംഭങ്ങളൊക്കെ ലഭിച്ച് കുടുംബത്തിനും നാടിനുമൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അപ്രതീക്ഷിത രാജയോഗങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയെ നന്നായി പ്രാർത്ഥിക്കുക. ഈ ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാനെ ഏത്തമിടുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശി എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ അവസാന 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യപാദിയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ നിൽക്കുന്ന സൂര്യനും രാശിയിൽ നിൽക്കുന്ന കേതുവും പലതരത്തിലുള്ള സൂര്യൻ നേതൃസ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ കേതു ചില പ്രശ്നങ്ങൾ ഒരു കാരണവുമില്ലാതെ ചെയ്യുന്ന വർക്കിൽ ഒരു സ്തംഭനം വന്നു ചേരാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ടിട്ട് ഇന്ന് വേണ്ട, എനിക്കൊന്ന് ശരീരത്തിന് സുഖമില്ല അല്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുക്കിയിട്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരു അപ്രീതി വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ട സമയത്ത് അകാരണമായി പങ്കെടുക്കാതിരിക്കുക വരുമ്പോൾ തനിക്ക് തന്നെ താൻ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. അതൊഴിവാക്കുന്നതിനായി ഗണപതി ഭഗവാനെ ഏത്തമിടുകയും രാവിലെ തന്നെ അമ്മയെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന കഴിക്കുകയും അമ്മയുടെ നവദുർഗാഭാവത്തിലെ കുഷ്മാണ്ഡാദേവിയെ മനസ്സിരുത്തി ഓം സ്വസ്ഥായ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ നന്നായിരിക്കും. ഇനി കന്നിരാശി എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യപാദിയും വരുന്ന 2.25 നക്ഷത്രം. ഇനി തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന 2 പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യം 3 പാദവും വരുന്ന 2.25 നക്ഷത്രം വരുന്ന ഇവരെ സംബന്ധിച്ചിട്ട് അപ്രതീക്ഷിതമായി ലോണൊക്കെ പാസ്സായി കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. ഏതെങ്കിലും ഇപ്പോൾ വീട് പണിയാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് നമുക്ക് ആ പാസ്സായി എന്നുള്ള ചില അറിയിപ്പുകൾ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ഇന്നൊരു കാര്യം കൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നോട്ട് കിട്ടി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള ഒരു ദിവസമാണ്. ആ ഒരു ദിവസം കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ലോണൊക്കെ ശരിയായി വന്ന് പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് പറ്റുന്ന എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുവാനുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയെ കൂടുതൽ പ്രാർത്ഥിക്കുകയും അമ്മയുടെ അനുഗ്രഹത്തിനായി നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഓഫീസ് വർക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോണിലൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടെത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടെ നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ
ഒരു ഭാഗ്യം വന്നു ചേരും. ആ ഭാഗ്യം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഏർപ്പെടുന്ന രംഗത്ത് വിജയിക്കുവാനുള്ള സാധ്യത വന്നു ചേരുന്നതുകൊണ്ട് നന്ദി സൂചകമായി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പറ്റിയാൽ ഒരു ലളിതാ സഹസ്രനാമം അർച്ചനം ചെയ്യുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ദുർഗാ സപ്തശതി പാരായണം ചെയ്യുക. കഴിയുമെങ്കിൽ ഇതിലെ അമ്മയുടെ നവദുർഗാ ഭാവത്തിലെ 4-ാമത്തെ ഭാവമായ കുശ്മാണ്ഡ ദേവിയുടെ ഓം സ്വസ്ഥായേ നമഃ എന്ന് 241 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നതും കൂടുതൽ ഫലസിദ്ധി നൽകും. ഇനി 7-ാമത്തെ രാശിയായ വൃശ്ചിക രാശിക്കാര്. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2 നക്ഷത്രക്കാർ. അവർക്ക് ഏറ്റവും അനുകൂലമായത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന കൈക്ക് കാലിനൊക്കെ ഒടിവ്, ചതവ്, ക്ഷീണമൊക്കെ വന്നിരുന്ന കുടുംബത്തിൽ അനാരോഗ്യപരമായ സംഭാഷണങ്ങളും ഒരു അസ്വാസ്ഥ്യവും ഒരു രോഗാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി കുറച്ച് കുടുംബ സമാധാനം വന്നു ചേരുന്ന ദിവസമാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതും കുശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഫലസിദ്ധി കൂടുതൽ വർദ്ധിപ്പിക്കും. ഇനി അടുത്തത് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യപാദക്കാർക്ക് അവരുടെ കർമ്മമേഖലയിൽ വന്നിരുന്ന എല്ലാ സ്തംഭനാവസ്ഥകളും മാറിയിട്ട് മാർഗം തെളിഞ്ഞു വരികയും ആ തെളിഞ്ഞ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം, ആരെങ്കിലും ഇവർക്കൊരു സഹായിയായി വന്നു ചേരുകയും ആ സഹായഹസ്തങ്ങളാൽ ഏറ്റെടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിക്കും. എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, അതുപോലെ കുശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുക, വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി അനുഗ്രഹം ഇരട്ടിയാകും. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗമോ രാജ്യയോഗങ്ങളോ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ട് വളരെ നേട്ടം ഉള്ളൊരു ദിവസമായി ധനുരാശിക്കാർക്കും ഈ ദിവസത്തെ കണക്കാക്കാം. അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യണം എന്ന് മാത്രം. ഒരു 241 പ്രാവശ്യം രാവിലെയും 241 പ്രാവശ്യം വൈകുന്നേരവും ഓം സ്വസ്ഥായേ നമഃ എന്ന് കുശ്മാണ്ഡാദേവിയെ, അതായത് ഒരു ചെറു പുഞ്ചിരിയിൽ അണ്ഡാകൃതിയിൽ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അമ്മയെ, എന്തനുഗ്രഹം തരാനിരിക്കുന്ന ആ അമ്മയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എത്രയൊക്കെയോ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് സാമാന്യം ഒരു നല്ല സമയം വന്നിരിക്കുന്ന ആ സമയത്ത് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കുവാൻ സാധിക്കും. അതിനായി പരിശ്രമിക്കൂ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടവും വരുന്ന 2 നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മരംഗത്ത്, കലാരംഗത്ത് പ്രോത്സാഹനവും അംഗീകാരം ലഭിക്കുന്നതോടൊപ്പം തന്നെ കൃഷിരംഗത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ചെയ്യുവാനായി യോഗം വിളിച്ചു കൂട്ടുവാനും അതിൽ കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുവാനുമുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. ആ സാഹചര്യം പരിപൂർണമായി ഉപയോഗിക്കുകയും അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. അതിന് അമ്മയുടെ അനുഗ്രഹം കൂടി തേടിയാൽ നന്നായിരിക്കും. ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ദിവസമായി തീരട്ടെ. കുശ്മാണ്ഡാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനി നമുക്ക് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യപാദം വരുന്നതാണ് മകരക്കൂറെങ്കിൽ അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും പിന്നെ ചതയവും പൂരിട്ടാതിയുടെ ആദ്യം 3 പാദവും വരുന്ന 2 നക്ഷത്രക്കാരായ കുംഭക്കൂറുകാർക്ക് ജന്മശനിയുടെ കഷ്ടങ്ങൾ മൂലം തുടങ്ങി വച്ചിരുന്ന കാര്യങ്ങൾ പലതും ഒരു പാതി വഴിക്ക് നിന്നു പോയിട്ടുണ്ടാവും. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ
ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന, അപ്പം കലാരംഗത്തായിക്കോട്ടെ, കാർഷിക രംഗത്തായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ, ശാസ്ത്രജ്ഞന്മാരുടെയോ ഒക്കെ സഹായം ലഭിച്ചുകൊണ്ട് മേഖലയുമായി, ഏത് രംഗവുമായി ബന്ധപ്പെട്ട ആ മേഖലയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരു സഹായം ഉണ്ടാവുകയും ആ സഹായത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനുള്ള ഒരു മാർഗം തെളിയുകയും അതുവഴി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുക്കും. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തോടെ, കുശ്മാണ്ഡാദേവിയുടെ അനുഗ്രഹത്തോടെ, അമ്മയെ പ്രാർത്ഥിക്കുന്നതോടെ, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടെ, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കും. സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഭംഗിയാവും. അതുകൊണ്ട് ഈ 2024 ഒക്ടോബർ 6 എല്ലാവർക്കും ഏറ്റവും ശുഭമായി തീരട്ടെ. അവസാനത്തെ രാശിയായ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ ജോലികൾ ചെയ്ത് അവശരാവാറുണ്ട്. കാരണം ഒന്നിലേറെ ജോലി ചെയ്യും, പക്ഷെ പ്രതീക്ഷിക്കുന്ന വരുമാനമില്ലാതെ വന്നുകൊണ്ട് ജോലി ചെയ്യാനൊരു മടുപ്പ്, അല്പം വെറുപ്പ് ഒക്കെ വന്നിരിക്കും. കാരണം ശിരസിൽ തന്നെ രാഹു നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു ആലസ്യം, എന്ത് ചെയ്താലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കുറവൊക്കെ ഉള്ളത് കൊണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാൻ ബുധൻ അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, കുശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ത്രിപുര സുന്ദരി ദേവിയുടെ നാമം ചൊല്ലി ത്രിശതിയൊക്കെ ജപിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നന്നായി വന്നു ചേരും. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ 27 നക്ഷത്രങ്ങൾക്ക്, അതായത് 12 രാശിക്കാർക്കും കുശ്മാണ്ഡാദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി മേടക്കൂറുകാർക്കും, മിഥുനക്കൂറുകാർക്കും, കർക്കിടകക്കൂറുകാർക്കും, അതുപോലെ കന്നിക്കൂറുകാർക്കും, മകരക്കൂറുകാർക്കും ഒരു സുവർണമായൊരു കാലം, ധനുക്കൂറുകാരും പ്രതീക്ഷിക്കാത്ത യോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. 2024 ഒക്ടോബർ 6 എല്ലാവർക്കും ഒരു ശുഭദിനമായി തീരട്ടെ. ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കുശ്മാണ്ഡാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ഓം സ്വസ്തായേ നമഃ എന്ന് ജപിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.